പര്യത്തുകാവ് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിട്ടിരുന്ന 7 കുടുംബങ്ങളുടെ ദുരിതത്തിന് പരിഹാരമായി വീടുകളുടെ ശിലാസ്ഥാപനം നടന്നു. പതിറ്റാണ്ടായി പരിഹാരമില്ലാതിരുന്ന പര്യത്തുകാവ് ഉന്നതിയിലെ ഭൂമി തർക്കത്തിനും 3 വർഷമായി കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിട്ടിരുന്ന 7 കുടുംബങ്ങളുടെ ദുരിതത്തിനും അവസാനം കുറിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ ഇടപെടൽ. സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിൽ സർക്കാർ മുൻകൈയെടുത്ത് 1 വർഷത്തിനുള്ളിൽ 1000 ചതുരശ്ര അടിയിൽ കുറയാത്ത 7 ആധുനിക വീടുകളാണ് നിർമ്മിച്ചു നൽകുക. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കുവാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. മന്ത്രി റോജി എം ജോൺ വീടുകളുടെ ശിലാസ്ഥാപനം നടത്തി. ഗവൺമെന്റിന്റെ മുമ്പിൽ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ ഈ ഗവൺമെന്റിന്റെ സമീപനം എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥലം MLA ശ്രീ VP സജീന്ദ്രൻ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും ഈ കുടുംബങ്ങളെ പെരുവഴിയിലാക്കില്ല എന്നും ആ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം ഈ സർക്കാർ ഏർപ്പെടുത്തുമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നിയമസഭയിൽ പറഞ്ഞ വാക്കുകൾ അത് ഇവിടെ അന്വർത്ഥമാവുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ മുഖ്യമന്ത്രിയും അത് ചുമതലപ്പെടുത്തിയതും ഞങ്ങൾ ചർച്ചകൾക്കായിട്ട് ഇവിടേക്ക് കടന്നു വന്നതുമൊക്കെ. ആദ്യത്തെ തവണ ഞങ്ങൾ കളക്ടറേറ്റിൽ ചർച്ചയ്ക്കായി വിളിച്ചു ചേർത്തപ്പോൾ ഒരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാൻ സാധിക്കാത്ത, പരസ്പരം സംസാരിക്കാൻ സാധിക്കാത്ത തരത്തിൽ വലിയ മാനസിക അകൽച്ചയിൽ നിന്നിരുന്ന 2 വിഭാഗങ്ങളുമായിരുന്നു. അവിടെ നിന്നും മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ, 5 റൗണ്ട് ഞങ്ങൾ കളക്ടറേറ്റിൽ മാധ്യമങ്ങളെ കൂടെ നയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യക്ഷത്തിലുള്ള ചർച്ചകൾ നടന്നത് 5 റൗണ്ട് കളക്ടറേറ്റിൽ നടന്നതാണ്. അത് കൂടാതെ നടന്ന ചർച്ചകൾ, വേറെ അനൗദ്യോഗികമായിട്ട് നടന്ന ചർച്ചകൾ ഇവിടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓഫീസിലും അല്ലാതെ പല സ്ഥലങ്ങളിലുമായി ഈ കുടുംബങ്ങളുമായിട്ട് നിരന്തരം എന്നവണ്ണം ഞങ്ങൾ എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട്. MP ബെന്നി ബെഹനാൻ മുഖ്യാതിഥിയായി. MLA VP സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി കൃത്യസമയത്തെത്തി. MLAയും MPയും മറ്റ് എല്ലാവരും ഈ സമയത്തിൻ്റെ പ്രാധാന്യം കണക്കിലാക്കിയ സമയത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാനിവിടെ സ്വാഗതം പറഞ്ഞ ആളുകളുടെ പേരുകളൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് തീർക്കുവാൻ വേണ്ടി ഒട്ടനവധി സഹായങ്ങൾ ചെയ്ത ജില്ലാ ഭരണകൂടം, അതിലെ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് കലക്ടറോടും റൂറൽ SPയോടും അവരെ സഹായിച്ച മറ്റുള്ള ആളുകളും, അതായത് ADM ഉണ്ട്, അതുപോലെ തന്നെ RDO ഉണ്ട്, തഹസീൽദാരുണ്ട്, വില്ലേജ് ഓഫീസറുണ്ട്. അതുകൂടാതെ ഈ ശങ്കരൻ നായരുടെ ഫാമിലി അവരെ പ്രതിനിധീകരിച്ചപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ വന്നു. അംബിക അമ്മ, സുഭദ്ര അമ്മ, അവരുടെ മക്കൾ സുമേഷ്, ജയൻ, അവരെ സഹായിച്ച ശ്രീ എൽദോ, ഇവരെല്ലാവരും കൂടി വലിയൊരു സഹായം ചെയ്തു തന്നു. ജില്ലാ കളക്ടർ G പ്രിയങ്ക IAS സ്വാഗതം പറഞ്ഞു. പര്യാത്തുകാവ് ഇഷ്യൂ നമ്മൾ ചാർജ് എടുക്കുന്ന സമയത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു പ്രശ്നത്തിന് 2 കുടുംബങ്ങൾ തയ്യാറായ ശേഷം ഒരു പൊളിറ്റിക്കൽ നേതൃത്വത്തോടെ കൂടിയാണ് ഈ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തിയത്. അതിൽ വളരെയധികം സന്തോഷം ജില്ലാ ഭരണത്തിന് എനിക്ക് കൂടിയുണ്ട്. എല്ലാവിധം ആശംസകളും കൂടെ എല്ലാ 2 ഫാമിലീസ്ക്കും ഞാൻ നേരുകയാണ്. പെരുമ്പാവൂർ SP ഹാർദിക് മീന IPS, വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സെബാസ്റ്റ്യൻ, വാഴക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെമീർ തുകലിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം PA മുക്താർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം.